ഇവിടെ സഖാവ് ബാലൻ പറയുമ്പോൾ ഈ AKG സെന്ററിന് നേരെ ആക്രമണം നടന്നൊരു കാര്യം പറയുണ്ടായിരുന്നു. അന്നത്തെ പോലീസ് ഉദ്യോഗസ്ഥന്റെ പേരൊക്കെ ഓർമ്മയുണ്ട്. പിന്നെ അദ്ദേഹത്തന്നെ നല്ല ഉദ്യോഗസ്ഥനായിട്ട് എൻ്റെ മുന്നിലുണ്ടായിരുന്നു. അത് അതൊക്കെ കാലത്തിൻ്റെ ഒരു ഭാഗമാണ്. ആ വെടിവെക്കുമ്പോൾ ഞങ്ങൾ ഇതിനകത്താണ്, ഈ സെന്ററിനകത്താണ്. യഥാർത്ഥത്തിൽ അന്നാണ് ഈ കെട്ടിടത്തിൻ്റെ ഒരു മഹിമ ബോധ്യപ്പെട്ടത്. അതേവരെ അതിനെ ഒന്ന് ശപിച്ചു കഴിയില്ലായിരുന്നു. ഈ അതിൻ്റെ മുന്നിലൊരു വിലങ്ങില്ല ഇങ്ങനെ വെച്ചിട്ട് ഈ ജനലിൻ്റെ അപ്പുറത്തായിട്ട്. ഇപ്പം നമ്മൾ ആലോചിക്കും കാറ്റ് വരുന്നത് അറിയാനെന്തിനാ ഇതിങ്ങനെ വെച്ചിരിക്കുന്നു. പക്ഷെ ഏറും വെടിയൊക്കെ വന്നപ്പോൾ നേരെ അകത്തേക്ക് വന്നില്ല, അത് ജനലിന് തട്ടിയൊക്കെ നിൽക്കുകയായിരുന്നു. അല്ല, ജനലല്ല, ഈ മറച്ചു വെച്ച ആ സംവിധാനത്തിന് തട്ടി വീഴുകയായിരുന്നു. അപ്പോഴാണ് അന്ന് നേതൃത്വം കൊടുത്ത ബാലേന്ദ്രൻ്റെ ആ മനസ്സിന് നന്ദി പറയാൻ തോന്നിയത്. പക്ഷേ അന്നും ഈ ആക്രമണം നടത്തിയ ആളുകളെ അനുകൂലിക്കുന്ന നിലയായിരുന്നു നമ്മുടെ വലതുപക്ഷ മാധ്യമങ്ങൾ സ്വീകരിച്ചത്. ഹീനമായ ശ്രമങ്ങൾ നടന്നു. ഏറ്റവും ഒടുവിൽ നടന്ന ആക്രമണം നടന്നപ്പോൾ അതിനെ CPM-കാർ തന്നെ ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞല്ലേ ചിത്രീകരിക്കാൻ നോക്കി. പിടികൂടിയപ്പോഴോ അപ്പോൾ നമ്മുടെ നാട്ടിലെ വലതുപക്ഷ മാധ്യമങ്ങൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ രാഷ്ട്രീയമായി കേരളത്തിലെ വലതുപക്ഷത്തിന് ഏതെല്ലാം തരത്തിൽ പിന്തുണ നൽകാൻ പറ്റുമോ ആ ശ്രമങ്ങളാണ്. അതിനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചു പോവുകയാണ്. അത്യന്തഹീനമായ മാർഗങ്ങൾ സ്വീകരിക്കുകയാണ്. ഓരോ സന്ദർഭത്തിലും എങ്ങനെ ഇടതുപക്ഷത്തെ അപകീർത്തിപ്പെടുത്താൻ പറ്റും, ഇതിൽ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നും കിട്ടുന്നില്ലെങ്കിൽ അതിനുള്ള വാർത്തകൾ മെനയുക. അതാണ് ഈ ഉദ്ഘാടന തീയതിയുമായി ബന്ധപ്പെട്ട് വാർത്ത ഉണ്ടാക്കിയതിനെ കുറിച്ച് നമ്മൾ കാണേണ്ടത്. അതുപോലുള്ള ഗവേഷണങ്ങൾ നടത്തുകയാണ്.